ഇത് കുടംപുളി ഗ്രാഫ്റ്റ് ആണ്. ഇത് ബോഡിയൻ ഓറഞ്ച് ജാക്കാണിത്. ഇത് വിയറ്റ്നാം സൂപ്പർ. നമ്മുടെ വീട്ടുവളപ്പിൽ നടാൻ പറ്റുന്ന നല്ല ഇനം ഫലവൃക്ഷ തൈകൾ ഏതൊക്കെയാണ് നേര്യമംഗലം ജില്ലാ കൃഷി ഫാമിൽ ഉള്ളതെന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട്. മുന്തിയതും പൊതുവിപണിയേക്കാൾ വില കുറവുമുള്ള ധാരാളം ഫലവൃക്ഷ തൈകൾ ഈ സർക്കാർ ഫാമിൽ നിന്ന് നമുക്ക് നേരിട്ട് വാങ്ങാൻ കഴിയും. റംബൂട്ടാൻ റെഡ്, യെല്ലോ, മംഗോസ്റ്റിൻ, പുലാസാൻ, ആപ്പിൾ, ചാമ്പ, വിവിധയിനം പേരത്തൈകൾ, മൾബറി, 9 ഇനം പ്ലാവുകൾ, മാവുകൾ, നെല്ലി, നാരകം, ഓറഞ്ച്, അമ്പഴം, സ്ട്രോബെറി, ജാതി, കൊക്കോ, കുരുമുളക്, കവുങ്ങ്, തെങ്ങ് തുടങ്ങിയവയുടെയും വിവിധ വിദേശ ഇനങ്ങളിൽപ്പെട്ടവയുടെയും തൈകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ചില ഇനങ്ങൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മുടെ നേര്യമംഗലം കൃഷി ഫാമിൻ്റെ ചേംബറിൻ്റെ ഒരു ഭാഗമാണ്. ഇതിലിരിക്കുന്ന തൈകളൊക്കെ നമുക്ക് നോക്കാം. ഇത് നമുക്ക് 9 വെറൈറ്റി പ്ലാവുണ്ട്. അതിൽ മുട്ടം വരിക്ക എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. പ്ലാവ് ബഡാണ് കേട്ടോ, എല്ലാം ബഡ് തൈകളാണ്. പിന്നെ ഇത് വിയറ്റ്നാം സൂപ്പർ. ഇത് 9 മാസം മുതൽ കാച്ചു തുടങ്ങുന്നതാണ്. മറ്റെല്ലാ തൈകളും 3 വർഷം വേണം. ഈ വിയറ്റ്നാം സൂപ്പർ എയർലി 9 മാസം മുതൽ കാച്ചു തുടങ്ങും. പിന്നെ ഇത് ഓറഞ്ച് ജാക്ക്. ഈ കംബോഡിയൻ ഓറഞ്ച് ജാക്കാണിത്. പിന്നെ അതിൻ്റെ ചക്ക നല്ല മധുരമുള്ള ചക്കയാണ്. ഇത് ഒരുപാട് ഓവർ വലിപ്പമല്ല, നല്ല അത്യാവശ്യം നമ്മുടെ വീടുകളിലൊക്കെ ഒരു ചക്ക ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് ജാക്കി 33 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല ചക്കയാണ്. ഇത് ഭയങ്കര ഡിമാൻഡാണ് ഈ ചക്കയ്ക്ക്. ഇതിന്റെ പ്രത്യേകം നല്ല ചുമന്ന ചക്കയാണ്. പിന്നെ നല്ല മധുരം അതിന്, പഴത്തിനൊക്കെ നല്ല. പിന്നെ ഇത് നമ്മുടെ ഈ നങ്കടാക്കെന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇത് ഇങ്ങനെ പടർന്നങ്ങ് കിടക്കും പ്ലാവ്. ഇത് നിറയെ ചക്ക ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു ചക്ക, നല്ല മധുരം. ഇത് ഫ്രൂട്ട്സിനാണ് ഏറ്റവും പഴുത്ത് കഴിക്കുവാണ് എല്ലാവരും ചെയ്യാറ്. നമുക്ക് പുഴുങ്ങാൻ അതിനൊന്നും പറ്റത്തില്ല. പിന്നെ അടുത്തത് നമുക്ക് തേൻവരിക്ക. നല്ല ഈ തേൻവരിക്ക എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, തേൻവരിക്ക തന്നെ, നല്ല തേൻ മധുരം. ഇതാണ് തേൻവരിക്ക. പിന്നെ അത് അവിടെ കേട്ടോ. ഒരു വെറൈറ്റിയാ. ഗംലസ്. ഇതിനകത്ത് പശയില്ല. ഇത് ഇങ്ങനെ ചെറിയ വെള്ളം പോലെ ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ പശ കുറവാണ് ഇതിന്. കായ്ക്കാൻ ഇച്ചിരി താമസമാണെങ്കിലും ഇത് നല്ല ഇച്ചിരി ഒക്കെ പൊങ്ങി വലിയ ചക്കയാണ്. നല്ല കുരുക്കിനൊക്കെ നല്ല ചക്കയാണ്. ഏകദേശം ഒരു 5 വർഷം വേണം കായ്ക്കാൻ. താമസമുണ്ട്. ഇത് മാത്രമാണ് താമസമുള്ളത്. ഏതാ? അതും ഇതൊക്കെ മുട്ടം വരിക്കതാണ് നമ്മൾ പറഞ്ഞത്. കണ്ട വെറൈറ്റികളാ. പ്ലാവ് മാവുണ്ട് കേട്ടോ. കുറേ വെറൈറ്റി മാവുണ്ടൊക്കെ കാണിച്ചു തരാം. ഇത് ഡാങ് സൂര്യ. നല്ല ചുമന്ന ചുളയുള്ളതില്ലേ, ചുമന്ന ചുള, നല്ല ടേസ്റ്റ്. അതിന്റെ പഴത്തിനൊക്കെ ഡാങ് സൂര്യ എന്ന് പറയും. കുഞ്ഞിതായിട്ടൊന്ന് നേരത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ചക്കയാ, നല്ല ടേസ്റ്റാ പഴം തിന്നാനായിട്ട്. പുഴുക്കിനൊക്കെ നല്ലതാ. ഇത് NIT ആ. നല്ല നമുക്ക് 3 വെറൈറ്റി ഉണ്ട്. അതിൽ ഒന്ന് NIT, ഒന്ന് സ്കൂൾ ബോയ് ഉണ്ട്. പിന്നെ മഞ്ഞ ഇത് NIT. ഇത് 250 രൂപയുള്ളൂ. ഇത് ഫോട്ടോ അപ്രോച്ച് ഗ്രാഫ്റ്റാ. ഇത് നമ്മൾ മരത്തേൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് റൂട്ട് സ്റ്റോക്കും കൊണ്ട് പോയി ഇതിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് വേണ്ടോ. ഇത് റൂട്ട് സ്റ്റോക്ക്. അതൊക്കെ മരത്തിൽ നിന്ന് നമ്മളൊരു കമ്പ് ഇങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ചാക്കുനൂലൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിങ്ങനെ വെച്ച് കെട്ടിയതിന് ശേഷം നമ്മൾ ഈ കോറത്തുണിയാണ് മെഴുകൊക്കെ മുക്കിയിട്ട് അത് വെച്ച് നമ്മളിങ്ങനെ കെട്ടി
സംരക്ഷിച്ചു കൊണ്ടുവന്ന തൈയാണ്. നല്ല ഇനമായിരിക്കും. നല്ല ഇനം സപ്പോർട്ട് ചെയ്യാതെ ഇതൊക്കെ വിറ്റ് പോകുന്നുണ്ടോ? ഇഷ്ടം പോലെ. ജാതി ബഡാണേ. ഇത് നല്ല കായ്ഫലമുള്ള നല്ല ജാതി. ഇത് കുറച്ച് ഇങ്ങനെ കഴിഞ്ഞു നല്ല തയ്യ വിറ്റ് തൈ തീർന്നു തുടങ്ങിയതല്ലേ? തീർന്നു തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇത് കുടംപുളി ഗ്രാഫ്റ്റ് ആണ്. ഇത് നമ്മൾ പൊക്കം കുറഞ്ഞ കുടംപുളിയാ കേട്ടോ. മോശം പൊക്കം കുറഞ്ഞ ഇങ്ങനെ പടർന്ന് കിടക്കും. നമുക്ക് നിലത്ത് നിന്നൊക്കെ പറിച്ചെടുക്കാവുന്ന സൈസ് കുടംപുളി തയ്യ. നല്ല കായ്ഫലമുണ്ട്. ഇഷ്ടംപോലെ ചെലവാകുന്നുണ്ട്. 150 രൂപയല്ലേ ഉള്ളൂ കുടംപുളി തൈക്ക്. അപ്പൊ പുറത്ത് ഇതിന് നല്ല വിലയുണ്ട്. നമ്മുടെ നേരുമംഗലം വില കുറവാണ്. എല്ലാ തൈകൾക്കും വില കുറവാണ്. ഇത് കശുമാവ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് 7 വെറൈറ്റി കശുമാവ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത് ഒന്ന് ധര, പിന്നെ ഇത് ധര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അത് ഇപ്പോൾ ഇത് കണ്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു. ഇത് സിപ്പപ്പ് കവർ നമ്മൾ ഇട്ടേക്കുന്നത്. ഇതിങ്ങനെ മുള വരുമ്പോഴാണ് നമ്മൾ ഈ സാധനം മാറ്റും. അത് കഴിയുമ്പോൾ നമ്മളത് ശരിക്കും നനച്ചു കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ നല്ല തൈയായിട്ട് വരുന്നത് ഇതുപോലെ വരും. വലിയ ഇരിക്കുമ്പോൾ ഇതുപോലെ വരും. ഇത് വിൽപ്പനയ്ക്ക് ആവുന്നു. ഇതിങ്ങനെ വരും. അത് കഴിഞ്ഞ് ഇത് കുറച്ചുകൂടെ ആകുമ്പോൾ നമ്മളിത് സെയിലിൽ കൊടുത്തു തുടങ്ങും. പിന്നെ നമുക്ക് 7 വെറൈറ്റി ഉള്ളത് ദാമോദർ, രാഘവ്, പിന്നെ കൊട്ടാരക്കര, അന്നപൂർണ, അമൃത, ധരശ്രീ, അങ്ങനെ 7 വെറൈറ്റി കശുമാവ് നമ്മൾക്ക് നിലവിൽ ചെയ്യുന്നത് ഇവിടെ. നമുക്ക് 17 വെറൈറ്റി കൊക്കോ ചെയ്യുന്നുണ്ട് ഇവിടെ. GCRP ഇനം 17 വെറൈറ്റി കൊക്കോയാണ്. അതെല്ലാം ബഡ് തയ്യായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഓരോ വെറൈറ്റി കൊക്കോ ബഡുകളാണ്. കൊക്കോ ബഡുകൾ നമുക്ക് ഇത് നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് ഇഷ്ടംപോലെ പോകുന്നുണ്ട്. 75 രൂപയല്ലേ വിലയുള്ളൂ. ചെറിയ വിലയുമാണ്. നിറയെ കായ്ഫലമുണ്ട്. ഇത് വിലക്കുറവാണ്. പിന്നെ നല്ല ചെലവുണ്ട്. പിന്നെ ഇത് ഒരുപാട് അങ്ങ് പൊങ്ങി പോകില്ലല്ലോ. ഇങ്ങനെ പടർന്ന് കിടക്കും. അപ്പൊ ചെറിയ തോട്ടിങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കാം. നിറയെ കായം ഉണ്ടാവും. പിന്നെ സുഖമായിട്ട് മേടിക്കാം. ഇത് ഡ്രമ്മിലൊക്കെ നടുന്നവരുണ്ട്. പറമ്പിൽ ഇത് പറമ്പിലൊക്കെ ഈ മുറ്റത്തൊക്കെ ഡ്രമ്മിലൊക്കെ നട്ടാൽ ഇതൊക്കെ നല്ല കായ്ഫലം. അതിനെ ഓർഡർ ഉള്ളതാ ഇത് മുള്ളേ. ഇപ്പൊ കവർ മറിയുമ്പോൾ വെച്ചതാ. മാവ് നമുക്ക് ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട്. എത്ര വെറൈറ്റി ഉണ്ട്? ഇത് നമുക്ക് ചന്ദ്രിമ എന്ന് പറഞ്ഞൊരു മാവാണ്. ഇത് വലിയ മാങ്ങയാണ്. നല്ല ടേസ്റ്റ് അതിൻ്റെ മാങ്ങ പഴത്തിന്. പച്ചയ്ക്ക് നല്ല പുളിയും ഉണ്ട്. പിന്നെ കൊളമ്പ്. ഇത് കൊളമ്പ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. പഴം നല്ല സൂപ്പറാണ്. അതിൻ്റെ പച്ചയ്ക്ക് നല്ല പുളിയുമാണ്. ഇതിങ്ങനെ ഒരു ഓവൽ ഷേപ്പ് നല്ല ഒരു വെറൈറ്റിയാണ്. ഒത്തിരി ആൾക്കാർ ചോദിച്ച് വാങ്ങും. ഇത് നിറയെ ഉണ്ടാവും ഇതിൻ്റെ കായ്. ഇത് ചോദിച്ചു 3 വർഷമാകുമ്പോഴത്തേക്കും. ഇപ്പൊ ഇവിടെ ഒരു 10-23 വെറൈറ്റി മാവുണ്ട്. കൊളമ്പ്, പിന്നെ അൽഫോൺസോ, മൂവാണ്ടൻ, സിന്ദൂരം, നീലം, അങ്ങനെ. അപ്പൊ കാലാപ്പടിയൊക്കെ നമ്മൾ ഉടനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉടനെ ആവും. നമ്മള് തിപ്പല്ലിയില് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന ഇത് ബുഷല്ല. ഇത് വള്ളിയില്ലേ, ഇന്നിങ്ങോട്ട് പോകുന്ന വള്ളി. അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാ. മരത്തേൽ കയറി പെട്ടെന്ന് അത് പടർന്ന് കയറി പിടിക്കാൻ പാകത്തിനുള്ളത്. ഇത് ബുഷ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെടിച്ചട്ടിയില് ഗ്രോ ബാഗിലൊക്കെ നട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് എപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ ഇത് കണ്ടോ, എപ്പോഴും ഇതിനകത്ത് കുരുമുളക് ഉണ്ടാവും. നല്ല ഇനം കുരുമുളക്. ഇതെല്ലാം
ഇതിന്റെ മണി നോക്കി നല്ല രസം. ഇതുണ്ടോ?